പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആശിഷ് നിഗയുടെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ താരങ്ങളെ നോട്ടമിടുന്നുണ്ട്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും ഒരു താരത്തിനെയും സൈൻ ചെയ്തിട്ടില്ല. മറ്റൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്കറിയാം, പുതിയ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ട ഒരു ഡീല് പൂർത്തിയാകാൻ ഒരുപാട് സമയം വേണ്ടി വന്നിരുന്നു. നിലവിൽ പുറത്തു വന്നുള്ള വാർത്ത അനുസരിച്ച് പുതിയ ഉടമസ്ഥരുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായി. അതായത് പുതിയ ഇൻവെസ്റ്റർ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുത്തിട്ടുണ്ട്. നിലവിൽ പരിശോധനകളെല്ലാം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ആശിഷ് നെഗി വ്യക്തമാക്കിയിട്ടുള്ളത്. ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ആശിഷ് നെഗി പറഞ്ഞിട്ടുള്ളത്. ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മാഗ്നൻ സ്പോർട്സിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെ പുതിയ ഉടമസ്ഥർ സ്വന്തമാക്കുകയാണ്. എന്തായാലും ഉടൻ തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായേക്കും. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ നിക്ഷേപകർ ക്ലബിന്റെ സാമ്പത്തികവും നിയമപരവുമായ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ്. അതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മറ്റൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജി ആയിരുന്നു ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡീല് കോർഡിനേറ്റ് ചെയ്തിരുന്നത്. പുതിയ ഇൻവെസ്റ്റർമാരും പ്രധാനമായും അദ്ദേഹവുമായി തന്നെയായിരുന്നു ആശയവിനിമയം നടത്തിയിരുന്നത്. നിലവിൽ അഭിക് ചാറ്റർജിയാണ് ക്ലബിന്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കരോളിസ് അടക്കമുള്ളവർ ക്ലബിനോട് വിട പറഞ്ഞു പോയെങ്കിലും അഭിക് ചാറ്റർജി കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഈ ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പുതിയ ഉടമസ്ഥർ ഏറ്റെടുക്കുമെന്നാണ് ആശിഷ് നെഗി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു അന്തിമ തീരുമാനം ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കും. അതിനുശേഷം മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള സൈനിങ്സും തയ്യാറെടുപ്പുകളുമെല്ലാം നടത്തി തുടങ്ങുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.